പ്രൈസ് ദി ലോർഡ്. ഹെപ്പിലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി സാമ്പാറാണ്. ആക്ച്വലി ഇത് പാലക്കാടുകാരുടെ സാമ്പാറാണ്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷീജ, പാലക്കാടുള്ളയാ. അപ്പോൾ പാലക്കാടുള്ള കുറേ റെസിപ്പികൾ എൻ്റെ അടുത്ത് ഈ ദിവസങ്ങളിൽ ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നിയത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം. ഇത് ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല, പാവയ്ക്ക സാമ്പാർ. കാരണം പൊതുവെ പാവയ്ക്ക എന്ന് കേൾക്കുമ്പോഴേ അയ്യോ കയ്പ്പ്, എങ്ങനെ കഴിക്കും, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ പാവയ്ക്ക എവിടെ കണ്ടാലും വേടിക്കാതെ വരില്ല, ഉറപ്പ്. അത്ര ടേസ്റ്റിയാണ് ഈ സംഭവം. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇത് ഞാൻ 2 പാവയ്ക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുന്നതാണ്. നല്ല കയ്പൻ പാവയ്ക്ക കേട്ടോ, കാരണം ഇങ്ങനെയുള്ളത് നല്ല കയ്പൻ പാവയ്ക്ക ആയിരിക്കും എന്ന് പറയുന്നത്. വെള്ള അധികം കയ്പ് കാണില്ലെന്ന് പറയുന്നത്. പിന്നെ കൂട്ടത്തില് 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്, 3 സവോള. ഇത് 2 എണ്ണം നമുക്ക് കഷ്ണത്തിൽ ഇട്ട് വേവിക്കാനും 1 എണ്ണം നമുക്ക് മസാല അരയ്ക്കുന്നതിന് യൂസ് ചെയ്യാനുമാണ്. പിന്നെ എടുത്തിരിക്കുന്നത് പുളി, നല്ല വലിപ്പത്തില് ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പുളിയിൽ ഡിപ്പെൻഡ് ആണ്. ഇത് ഒത്തിരി പുളിയില്ലാത്ത പുളിയാ, അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നമ്മുടെ ഈ കറിക്ക് അത്യാവശ്യം നല്ല പുളി വേണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇത് കുതിരാനായിട്ട് ഒഴിച്ചിടാം. പിന്നെ വേണ്ടത് സാമ്പാർ ഡാള്, തുവർ ഡാൾ എന്ന് പറയും, തൊമരപ്പരിപ്പ്. ഈ കപ്പിന് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ ചെറിയൊരു ചായക്കപ്പ്, അതിന് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഈ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്ത് കുക്കറിൽ പരിപ്പ് മാത്രമായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒത്തിരി വെന്തങ്ങ് കുഴയരുത്, ഉടയരുത്. ഒരു 1/4 ഭാഗം വെന്താൽ മതി. ബാക്കി നമുക്ക് ഈ കഷ്ണങ്ങളിൽ കിടന്ന് വേവാനുള്ളത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, പരിപ്പ് വെന്ത് പോവരുത്. ഒരു 1/2 ഭാഗം വെന്താലും കുഴപ്പമില്ല, പിന്നെ ബാക്കി കഷ്ണങ്ങളിൽ കിടന്ന് വെന്തോളും. അപ്പൊ ആദ്യം ഞാൻ ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കട്ടെ, ബാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരാം. പാവയ്ക്ക ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞേക്കുന്നത് ഇങ്ങനെ. അതിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞത്, 2 സവോള, 3 പച്ചമുളക്. ഇനി നമുക്ക് വറുത്തരയ്ക്കാൻ ആവശ്യമായ സാധനങ്ങള്: 1/2 മുറി തേങ്ങ, 1 സവോള, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങള് ഞാൻ അതിടുമ്പോ പറഞ്ഞു തരാം. ഇവിടെ പരിപ്പ് ഞാൻ വേവിച്ച് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇനി ഈ പാത്രത്തിലോട്ടാ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോന്നെ. ഇനി ഇതിലേക്ക് ആ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. അതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ലേ കഷ്ണങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ഇട്ട് വെച്ചിരുന്നേ, അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ പരിപ്പ് വേവിച്ചത് ഒരു ലേശം ഇച്ചിരി കൂടുതൽ വെന്തുപോയി. ഒറ്റൊരു വിസില് മതിയായിരുന്നു. ഞാൻ 2 വിസില് അടുപ്പിച്ചു, അതോ കുഴപ്പമായി. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ പഴയ ഒരു കുക്കർ ഉണ്ടെന്ന്, ഹോക്കിൻസിന്റെ. അതിനകത്ത് പെട്ടെന്ന് സാധനങ്ങൾ വേവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം, മഞ്ഞൾപ്പൊടി, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊക്കെ വേവാൻ ആവശ്യമായ വെള്ളം ആഡ് ചെയ്യണേ. അതാണ് ഞാൻ ഇച്ചിരി പുളിവെള്ളം കൂടുതൽ എടുത്തത്. ഇച്ചിരി വെള്ളം ചേർക്കാം. അപ്പൊ ഇത് മീഡിയം തീയിൽ കിടന്ന് വേവട്ടെ, വെന്ത് തൂവല്ലേ. ആ കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് തേങ്ങയൊക്കെ വറക്കാൻ ആവശ്യമായ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ലേശം എണ്ണ ഒഴിക്കാം. ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഇതുപോലെ 1 പിടി കടലപ്പരിപ്പ്, ചന ഡാള്, അതൊന്ന് കളർ മാറി വരുമ്പോ തീ കുറയ്ക്കാം, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. മുളക് പൊടി, എരി അനുസരിച്ച് പച്ചമുളക് കൂടുതൽ കുറവ് അതനുസരിച്ച് ചേർക്കാവേ. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. എരി നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോണേ. ജസ്റ്റ് ഇതിന്റെ പച്ചമുളക് ഒന്ന് മാറട്ടെ. ജസ്റ്റ് ആ പച്ചമുളക് ഒന്ന് മാറിയാൽ മതി. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതിലേക്ക് ആ തേങ്ങ, സവോള, കറിവേപ്പില. ഇനി ഇത് നന്നായിട്ട് തേങ്ങ നല്ല ചുവന്ന കളറിൽ ആകുന്നത് വരെ വറക്കണം.
നമ്മൾ സേവ തീയലിനൊക്കെ എങ്ങനെ തേങ്ങ വറക്കുന്നേ അതേപോലെ നന്നായിട്ട് വറന്ന് കിട്ടണേ. തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ടേ. ആക്ച്വലി നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ആദ്യം ഇട്ട ശേഷം ഈ തേങ്ങ ഇടുമ്പോ കറക്റ്റ് പെട്ടെന്ന് ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ തേങ്ങ മൂത്തോ ഇല്ലയോ എന്ന് അറിയാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് റെസിപ്പി പറഞ്ഞു തന്ന ആൾ എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഇങ്ങനെ തന്നെ ചെയ്യാനാ പറഞ്ഞത്. സാധാരണ ഈ തേങ്ങ വറക്കുന്ന കറികൾക്ക് തേങ്ങ ഒന്ന് മൂത്ത് ചുമന്ന് വരുമ്പോഴാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ സാധാരണ ചേർക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് ഈ റെസിപ്പിയിൽ ഞാൻ എന്റേതായിട്ടുള്ള ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. എങ്ങനെയാണോ എനിക്ക് പറഞ്ഞു തന്നെ അതേപോലെ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ തേങ്ങ മൂത്ത് വരുമ്പോ നല്ല മൂത്ത മണം വരുമേ. അങ്ങനെ വേണേലും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ തിരുമിയ തേങ്ങ എന്ന് പറയുന്നത് നൈസായിട്ടായിരുന്നു തിരുമിയെടുത്തത്. അതായത് ഒട്ടും കട്ടിയില്ല. എന്റെ ചിരവയിൽ അങ്ങനെയാ കിട്ടുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് മൂത്തും കിട്ടി. ഇനി നമുക്കിത് ഇച്ചിരി ഒന്ന് തണുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇവിടെ കഷ്ണങ്ങള് ഫുള്ള് വെന്തിട്ടില്ല. ഇതിനി ഈ അരപ്പിനകത്ത് കിടന്നും വേകണം. അതുകൊണ്ട് നിങ്ങൾ ഈ തേങ്ങ വറുത്ത് അരയ്ക്കുന്ന സമയം ഒത്തിരി എടുക്കുന്നു എങ്കിൽ ഇത്തിരി വെന്ത് വരുമ്പോഴേ ഇത് ഓഫ് ചെയ്തിട്ടേക്കണേ. ഞാൻ ഇതൊരു 3/4 ഭാഗം വെന്തപ്പോ ഓഫ് ചെയ്തിട്ടു. കാരണം നമ്മുടെ പാവയ്ക്ക മൊത്തത്തിലൊന്ന് വെന്ത് പോകരുത്. പാവയ്ക്ക നമുക്ക് കഴിക്കാൻ കിട്ടണം. അതാണ് പരുവം. ഇനി ഇപ്പൊ ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മുടെ ആ അരപ്പിനകത്ത് കിടന്ന് ഇത് വേകാനുള്ളതാണ്. അപ്പൊ അരപ്പ് ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. ഈ അരപ്പ് തേങ്ങ ലാസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ അതിൽ 1 ടീസ്പൂൺ കായപ്പൊടിയും ഇട്ടായിരുന്നേ. കായപ്പൊടി കൂടി ഇട്ട് മൂപ്പിച്ചെടുത്താണ് ഇത് അരച്ചെടുത്തത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പൊക്കെ പരുവാന്ന് നോക്കണം. കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇനി ഇതൊരു മീഡിയം തീയിൽ കിടന്ന് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ച് ഈ കഷ്ണങ്ങളിലൊക്കെ ഇത് പിടിക്കട്ടെ. തിളച്ച് പോവാതെ സൂക്ഷിക്കണം. നമ്മുടെ കറി നന്നായിട്ട് കഷ്ണത്തിലൊക്കെ ഇത് പാവയ്ക്കയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി ഉപ്പും ഒക്കെ പിടിക്കാൻ ഇത്തിരി ടൈം എടുക്കും. എങ്കിലും ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ടേസ്റ്റ് നോക്കിയാല് അതിന്റെ ആ ഓവർ കയ്പോ ഒന്നും അറിയത്തില്ല. മറ്റൊന്നുമല്ല, ഈ ചാറ് മാത്രം ഇങ്ങനെ കോരി കുടിച്ചുകൊണ്ടിരിക്കും. അത്ര ടേസ്റ്റിയാ സംഭവം. അപ്പൊ ഇത് ഇങ്ങനെ വെക്കുന്ന പാലക്കാടുകാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് റെസിപ്പി ഇട്ടിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. കൂടിപ്പോയ ഒരു 2 ആഴ്ച ഞാൻ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ തന്നെ വിചാരിച്ചു നിങ്ങൾക്കും ഇത് ഷെയർ ചെയ്ത് തരാമെന്ന്. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കടുതാളിക്കണം. ഒരു 5 മിനിറ്റ് ഒക്കെ കിടന്നാൽ മതി. അടിക്ക് പിടിക്കരുത് കഷ്ണങ്ങൾ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ നിങ്ങള്. പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായ ശേഷം കടുക്. വറ്റൽമുളക് വേണം ഇതിന്. ഞാൻ ഇപ്പോഴാ നോക്കി, എന്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ല. 2-3 വറ്റൽമുളക് ഇടണേ. ഇതിന് ഉള്ളി ഇടത്തില്ല. കറിവേപ്പില ഇട്ടിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി. 1 ടീസ്പൂൺ നമ്മൾ തേങ്ങ വറുത്തതിൽ ഇട്ടിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ടിട്ട് ഉടൻ തന്നെ അടച്ചു വെക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോഴേ കായത്തിന്റെ മണം നിൽക്കത്തുള്ളൂ. അതെല്ലാ സാമ്പാറിനും അങ്ങനെ തന്നെ. അപ്പോ നമ്മുടെ പാലക്കാടൻ സ്റ്റൈൽ പാവയ്ക്ക കൊണ്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അഭിപ്രായം അറിയിക്കണം. അപ്പോൾ വീണ്ടും എന്തെങ്കിലും ഒരു വെറൈറ്റി ഡിഷുമായി ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.